എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 10 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കി കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പുളി വെള്ളത്തിലിടുമ്പോൾ നല്ലൊരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വേണം ഇട്ട് കൊടുക്കാൻ. കടുക് വറുത്തതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇത് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ ഈ ഒരു അളവിന് തന്നെ ചേർത്ത് കൊടുത്തോളൂ, എന്നാലേ കറിക്ക് നല്ലൊരു തിക്നെസ് ഒക്കെ കിട്ടുകയുള്ളൂ. ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഈ ഒരു രീതിയിൽ മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ എണ്ണയിലിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വരുന്ന പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോഴേക്കും കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീടൊന്ന് പാത്രം മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കാം. വീണ്ടും മൂടി വെച്ചിട്ട് മുട്ടയൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് സിമ്മിലായിരിക്കണം. ഇപ്പോൾ മുട്ടയൊക്കെ വെന്ത് കറി നന്നായി പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റിലുള്ള കറിയാണ്. അപ്പോൾ ചോറെണ്ണ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. ഒരു പ്രാവശ്യം ഈ ഒരു കറി ഇങ്ങനെ ഒന്ന് ചെയ്ത് ചോറുണ്ട് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.